أعوذ بالله من الشيطان الرجيم. بسم الله. السلام عليكم ورحمة الله. പ്രിയ സുഹൃത്തുക്കളെ, കുട്ടികൾ ചരിത്രം പഠിക്കുന്നവരാണ്. നന്നായി ചരിത്രം പഠിക്കുന്നവരാണ്, വായിക്കുന്നവരാണ്, ചരിത്രം ഏറെ ഇഷ്ടമുള്ളവരുമാണ്. അത് ചരിത്രം ഒരു പാഠ്യവിഷയമായി എടുത്തിട്ടില്ലെങ്കിലും അവർക്ക് ചരിത്രത്തോടൊരു പ്രതിബദ്ധതാ സമീപനമുണ്ട്. ഇവിടെ രണ്ട് തരത്തിലാണ് ചരിത്രം എഴുതി വെക്കുന്നതും പറയുന്നതും. ഒന്ന് RSSൻ്റെ ഒരു ചരിത്രം, രണ്ട് റിയൽ ആയിട്ടുള്ളൊരു ചരിത്രം. RSS കെട്ടുകഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന ചരിത്രത്തിലൂടെയാണ് RSS പോകുന്നത്. അതിലാണ് സമസ്തയ്ക്ക് ഉൾപ്പെട്ടത്. സമസ്തയ്ക്ക് അതിൻ്റെ വക്താക്കളാണ്. സമസ്ത RSSൻ്റെ എന്താണോ ചരിത്രം അതേ ശൈലി തന്നെയാണ് സമസ്തക്കുള്ളത്. അപ്പോൾ അതായത് RSS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ സമസ്ത എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം യഥാർത്ഥത്തിൽ സമസ്ത ചരിത്രം, ഇപ്പോൾ മമ്പുറം തങ്ങളെ വായിക്കുന്നത് ചരിത്രം എങ്ങനെ വായിക്കണത്? ഇപ്പോൾ സമസ്ത വായിക്കുന്നത് ഒരു മഹാപുരുഷനായിട്ടും ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു മഹാനുമായിട്ടാണ്. അതേസമയം അത്ഭുത സിദ്ധിയൊന്നും ഇല്ലാതിരുന്ന മനുഷ്യനാണ് എന്ന് വായിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് ചരിത്രത്തിൽ ഈ ചരിത്ര വൈരുദ്ധ്യങ്ങളെ എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് പുതിയ തലമുറയെക്കുറിച്ച് പഠിപ്പിക്കണം. ഒരു ഭാഗത്ത് RSS ചരിത്രം പഠിപ്പിക്കണം. ആ ചരിത്രം മനുഷ്യർ കേട്ടുകൊണ്ടേയിരിക്കണം. അതവർക്ക് പഠിപ്പിച്ചേ മതിയാവൂ. അതുകൊണ്ട് നമ്മൾ അവരെ നിഷേധിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തത്, കുട്ടികൾക്ക് സത്യം മനസ്സിലാക്കിയാൽ മതിയാവൂ. അത് നമ്മളെ നിർബന്ധമാണ്. അപ്പോൾ ആ നിർബന്ധം ഉണ്ടായിരിക്കെ അതിന് നമ്മൾ സമീപിക്കേണ്ട സമീപനം എന്താണ്? RSSന് അവർക്ക് അവരുടേതായ ഒരു ചരിത്രം പഠിപ്പിക്കേണ്ടി വരും. ആരൊക്കെ പാഠ്യപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയാലും അതൊന്നും നമ്മളെ വിഷയമല്ല. അതൊന്നും ഒരു മുസൽമാനെ ബാധിക്കണ വിഷയമേ അല്ല. അതൊന്നും ഒരു മുസ്ലിമിനെ ബാധിക്കണ വിഷയം ഇസ്ലാമിക വിഷയങ്ങളിൽ ചരിത്രം തിരുത്തുന്നതാണ്. അതാണ് RSSൻ്റെ ചരിത്രം. അപ്പോൾ RSSനോട് സമരസപ്പെട്ടു പോകുന്ന, RSSൻ്റെ അതേ ശൈലി സ്വീകരിച്ച സംഘടനകൾ, അതായത് സമസ്തയെ പോലെയുള്ള തരീഖത്തുകൾ, അതുപോലെ വ്യത്യസ്ത സംഘങ്ങൾ, അവരൊക്കെ RSSനെ പ്രത്യക്ഷമായി എതിർക്കുന്നുണ്ടെങ്കിലും അന്തർധാര വളരെ സജീവമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പുതിയ ചരിത്രം രചിക്കുമ്പോൾ അവർ പടച്ചുവിടുന്ന പുതിയ വൈരുദ്ധ്യ ചരിത്രങ്ങളെ, ചരിത്ര വൈരുദ്ധ്യങ്ങളെ എങ്ങനെ സമീപിക്കണം എങ്ങനെ നിലപാടെടുക്കണം എന്ന ഒരു കാഴ്ചപ്പാട് ഉരുത്തിരിച്ചെടുക്കാൻ പുതിയ മക്കളെ, പുതിയ കാലഘട്ടത്തിൻ്റെ യൗവനങ്ങളെ, കൗമാരങ്ങളെ പ്രാപ്തരാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ എന്താണോ ഇസ്ലാം ഈ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്തത് അല്ലെങ്കിൽ വിപാട്ടനം ചെയ്തത്, എന്താണോ ഈ ലോകത്ത് നിന്ന് ദൈവിക മതമായ ദൈവപ്രോക്തമായ വചനങ്ങളാൽ എന്തൊന്ന് ഈ ലോകത്ത് നിന്ന് ഇല്ലാതായിപ്പോയോ അതിനെ ഇസ്ലാമായി പരിവർത്തിപ്പിക്കുന്ന ഒരു ദുരന്ത സാഹചര്യത്തിലാണ് ഇന്ന് മുസ്ലിങ്ങൾ. എന്താണോ ഇവിടുന്ന് പ്രവാചകന്മാർ മുഖേന, ദൈവദൂതന്മാർ മുഖേന ദൈവം സന്ദേശം നൽകി, ആ സന്ദേശത്താൽ പ്രചോദിതരായ വക്താക്കളും ആ പ്രവാചകന്മാരും പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ചതിന് നേരെ കടകവിരുദ്ധമായ ആശയം ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പ്രകൃതി മതമായ ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുകയും ഇസ്ലാം എന്ന യഥാർത്ഥ റിയൽ പ്രകൃതി മതത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത് മതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ മതമായി ചിത്രീകരിക്കുന്ന ഒരു ദുരന്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ചരിത്ര ബോധ്യം, ഈ ചരിത്ര യാഥാർത്ഥ്യം നമുക്കുണ്ടാവണം, എന്നും ഉണ്ടാവണം. അതിന് ഉദാഹരണം പറയാൻ ധാരാളം ഉണ്ടാവും. അതായത് ധാരാളം അറബി കിതാബുകളൊക്കെ സൃഷ്ടിപൂജനോട് സാമീപ്യം പുലർത്തുന്ന രീതിയിലാണ് ഇന്ന് പുസ്തകങ്ങൾ വായിക്കുന്നത്. മഹാന്മാരായ ഇബ്നു തൈമിയ്യ വരെ അതിന് സാക്ഷിയാണ്. അതൊന്നും ഇബ്നു തൈമിയ്യയുടെ ഭാഷയല്ല, ആശയങ്ങളല്ല. അതേസമയം അവരിലേക്ക് ഈ ആശയങ്ങൾ ചാർത്തപ്പെട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്?
പൗരോഹിത്യങ്ങളും അതത് കാലത്തെ ഭരണകൂടങ്ങളും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഇത്. ഈ ചരിത്ര യാഥാർത്ഥ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം, ഈ ചരിത്ര ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് വസ്തുതകൾ എന്ത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയായിരിക്കെ നമ്മുടെ മക്കൾ, പുതിയ തലമുറ, വളർന്നു വരുന്ന തലമുറ പഠിക്കേണ്ട ചരിത്രം അവർ സ്കൂളിൽ പഠിപ്പിച്ചോട്ടെ. RSSൻ്റെ ചരിത്രം അവർ പഠിപ്പിക്കട്ടെ. ഏതൊക്കെ പേരുകൾ, സ്ട്രീറ്റുകളുടെ പേരുകൾ, അല്ലെങ്കിൽ തെരുവുകളുടെ പേരുകൾ, അല്ലെങ്കിൽ പാതയോരങ്ങളുടെ പേരുകൾ, അല്ലെങ്കിൽ പിന്നെ എന്തെല്ലാം സ്തൂപങ്ങളുണ്ടോ, സംസ്കാര ശിലകളുണ്ടോ, അതിൻ്റെയൊക്കെ പേരുകൾ മാറ്റിക്കോട്ടെ. അതിനെന്താ നമ്മളതിനെ എതിർക്കാൻ നിൽക്കേണ്ട. അവർ മാറ്റട്ടെ. അവർ എത്രത്തോളം മാറ്റിപ്പോൾ അവർക്ക് അയച്ച് വിട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അവർ എതിർത്ത് നിൽക്കരുത്. അവർ എത്രത്തോളം പോണോടത്തോളം പോട്ടെ, അങ്ങനെ വിട്ടുകൊടുക്കണം. അവർ ചരിത്രം തിരുത്തി പോട്ടെ. ഇതൊരു RSS മാത്രമല്ലല്ലോ, എല്ലാ മതങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണിത്. അതായത് എന്താണോ മതങ്ങൾ പഠിപ്പിച്ചത്, മതത്തിൻ്റെ ആദർശം എന്താണോ, ആ മതത്തിൻ്റെ ആദർശത്തിൽ നിന്ന് വ്യതിരിക്തമായ അതിൻ്റെ വൈരുദ്ധ്യ ആശയങ്ങളെ ആ മതമായി പഠിച്ചും വളർത്തിയ പുരോഹിതന്മാരുള്ള കാലം മുതൽ ഇന്നുവരെയും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെയും അതുതന്നെയാണ് സംഭവിക്കാനുള്ളത്. അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മുടെ കുട്ടികൾക്ക് ചരിത്രബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ സന്നദ്ധരായേ മതിയാവും. അതിന് പുതിയ ചരിത്രം പഠിക്കണം. പുതിയ ചരിത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ചരിത്രം രചിക്കാൻ പഴയ ചരിത്രം പഠിപ്പിക്കലും നിർബന്ധമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് RSS പഠിപ്പിക്കുന്ന ചരിത്രം നമ്മൾ പഠിക്കേണ്ടി വരും. അതേസമയം ആ ചരിത്രത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ അതിൻ്റെ വിരുദ്ധമായ ചരിത്രങ്ങളെയും പഠിക്കേണ്ടി വരും. അതിന് പരസ്പരം സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരേ സമയം ഇസ്ലാമാണ്, പ്രവാചകൻ അനുഗാമികളാണ്, അനുയായികളാണ് എന്ന് പറയുകയും ഇരുധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന പുരോഹിതന്മാരെ കാണുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വരും തലമുറക്കും അനുഭവിക്കാനുള്ള ദുരന്തം ഇതാണ്. ഇതിന് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചെടുക്കാൻ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊണ്ടുപോകണം നമ്മൾ അടുത്ത ചരിത്രത്തെ, അടുത്ത തലമുറ എങ്ങനെ വളർത്തണം എന്നുള്ളൊരു ദീർഘവീക്ഷണത്തോടെ വേണം നാം മുന്നോട്ട് പോകാൻ. ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമുക്കൊരുപാട് സഞ്ചരിക്കാനുണ്ട് കൂട്ടരെ. അപ്പോൾ ഈ തലമുറക്ക് വൈരുദ്ധ്യങ്ങൾ സംഭവിച്ചാൽ, അപജയം സംഭവിച്ചാൽ വരും തലമുറ ദുസ്സഹമായി തീരും അവരുടെ പോക്ക്. വരും തലമുറക്ക് ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചരിത്രം പഠിക്കാനോ, RSS പഠിപ്പിക്കുന്ന ചരിത്രം പഠിപ്പിച്ചോട്ടെ. അത് ജനാധിപത്യപരമായി അവർക്ക് അവകാശമുള്ളതാണ്. അതേപോലെ RSS പഠിപ്പിക്കുന്ന ചരിത്രം അവർ പഠിപ്പിച്ചോട്ടെ. നമ്മൾ പഠിപ്പിക്കേണ്ട ചരിത്രം നമുക്ക് പഠിപ്പിക്കാലോ. അപ്പോൾ അവർ പഠിപ്പിക്കണ ചരിത്രം എന്താണോ അതവർ പഠിപ്പിച്ചോട്ടെ. ഏതെങ്കിലും ഭാഷയ്ക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയോ ജീവിക്കേണ്ടവനല്ല മനുഷ്യൻ ദൈവത്തിൻ്റെ വക്താവാണ്. ആ ദൈവത്തിൻ്റെ വക്താവായ സ്ഥിതിക്ക് ആ ദൈവപ്രചോദിതമായ വാക്കുകളാൽ പ്രചോദിതനായി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിൽ വൈരുദ്ധ്യങ്ങളുണ്ടാവും, അബദ്ധങ്ങളുണ്ടാകും, തെറ്റുകളുണ്ടാകും, കാഴ്ചപ്പാടുകളും സമീപനങ്ങളിലും നിലപാടുകളിലും നിലപാടുകളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വളരെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കണമെന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് എല്ലാവരും തങ്ങളുടെ മക്കളെ പുതിയ ചരിത്രത്തിൻ്റെ പാഠങ്ങളിലേക്കും നയിക്കണമെന്നും അതിന് അവസരമുണ്ടാക്കുന്ന ആളുകളോടൊപ്പം സഹകരിക്കണമെന്നും വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.